ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുളിയില്ലാത്ത മാങ്ങ എങ്ങനെ പുളിപ്പോടെ അച്ചാറിടാമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ നിറയെ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ നിറയെ ഉപ്പ് എന്നിവയിട്ട് നമുക്കിത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഗ്യാസ് സിമ്മിലോട്ട് മാറ്റണം. പൊടികളിടുമ്പോൾ നന്നായി ഇങ്ങനെ മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ആഡ് ചെയ്യാം. ഈ മാങ്ങയിൽ ഒട്ടും പുളിയില്ലാത്ത മാങ്ങ എങ്ങനെ പുളിപ്പോടുകൂടി അച്ചാറിടാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കുക. ഈ കൂട്ടെല്ലാം മാങ്ങയിൽ മിക്സായി നല്ലതുപോലെ കോട്ട് ചെയ്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ച് മാങ്ങ അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഞാൻ കൂട്ടെല്ലാം മാങ്ങയിൽ നന്നായി മിക്സ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 ബൗള് തൈര് ചേർക്കുകയാണ്. ഇത് നല്ല പുളിയുള്ള തൈരാണ്. തൈര് ചേർത്ത് ഈ മാങ്ങയായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല പുളിപ്പുള്ള മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറാവും. ഇത് സാധാരണ എൻ്റെ കുട്ടികൾ അച്ചാർ കഴിക്കുന്നതല്ല, പക്ഷേ ഇത് അവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. സ്നാക്സ് പോലെയൊക്കെ അവർ കഴിച്ചുകൊണ്ടിരുന്നു. അച്ചാർ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ കേട്ട്. അപ്പം നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കിയാലേ അറിയാവൂ ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം. നല്ല പുളിപ്പാണ് ഈ അച്ചാറിന്. പക്ഷേ പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല, ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണം. കാരണം ഞാൻ അതിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒത്തിരി നാൾ കേടുകൂടാതെ ഇരിക്കും. താങ്ക് യു.